ശ്രീ മുഹമ്മദ് ഷമ്മാസ് KC വൈസ് പ്രസിഡന്റ് ടെലിഫോൺ ലൈനിലുണ്ട്. മുഹമ്മദ് ഷമ്മാസ്, ഇതിപ്പോൾ തുടർച്ചയായി ഈ പരീക്ഷകളുമായി ബന്ധപ്പെട്ട നെറ്റ് പരീക്ഷകളൊക്കെയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയരുന്നു. നീറ്റ് പരീക്ഷ തന്നെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വീണ്ടും എഴുതുന്നു. നെറ്റ് പരീക്ഷ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ എന്താണ് താങ്കൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? എത്രത്തോളം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവരുന്ന വാർത്തകൾ എന്നത് പ്രത്യേകിച്ച് ആരും പറയേണ്ട ഒരു കാര്യമില്ല. കാരണം നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ സുപ്രധാനമായ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോദിക്കുന്നു, ആസൂത്രിതമായ പരീക്ഷ അട്ടിമറി ശ്രമം നടക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ വാദങ്ങളെല്ലാം, ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് രംഗത്തെത്തിയ കേന്ദ്ര ഗവൺമെന്റും ഈ ടെസ്റ്റിംഗ് ഏജൻസിയും ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ തരത്തിലും ഈ പരീക്ഷകളുടെ എല്ലാം ക്രെഡിബിലിറ്റിയെ തന്നെ ആയി മുൻകാലങ്ങളിൽ നടന്ന പരീക്ഷകളുടെ പോലും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷ ക്രമക്കേടും അതിന്റെ വിശദാംശങ്ങളും ഓരോ ദിവസം കഴിയുന്നതോറും പുറത്തു വരുന്നു. വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ഉൾപ്പെടെ തെളിവുകൾ പുറത്തു വന്ന് കോടതി ഉൾപ്പെടെ ആ വിഷയങ്ങൾ ഗൗരവമായി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം നെറ്റ് പരീക്ഷയും റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത്യന്തം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഇന്ത്യ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒരു തരത്തിലും ഒഴിഞ്ഞു പോകാൻ വേണ്ടി കഴിയില്ല. വളരെ കൃത്യമായ സമഗ്രമായ ഒരു അന്വേഷണവും ഇക്കാര്യത്തിലുള്ള നടപടിയും വേണം. ഈ പരീക്ഷകളുടെ എല്ലാം സുതാര്യത കാലങ്ങളായി എത്രയൊക്കെ താഴെത്തട്ടിൽ ഏത് സംസ്ഥാനങ്ങൾ നടത്തുന്ന ബോർഡ് എക്സാമുകളോ മറ്റു പരീക്ഷകളുടെയോ ഒക്കെ ചോദ്യപേപ്പർ ചോരുന്നതും അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് കണ്ടിരുന്നു. പക്ഷേ രാജ്യത്ത് തന്നെ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളോട് എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും സ്വീകരിച്ചുകൊണ്ട് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ എല്ലാ ഗവൺമെന്റും മാറി ഭരിച്ചതായും എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പരിണിതപ്രജ്ഞരായ ആളുകളെല്ലാം നേതൃത്വം നൽകി നടപ്പിലാക്കിയ ഒരു സിസ്റ്റത്തെ ആകെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക്, അതിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ രീതി പരീക്ഷാ നടത്തിപ്പ് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു നിമിഷം പോലും ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ തലപ്പത്തിരിക്കാൻ യോഗ്യതയില്ല. അടിയന്തരമായി അവർ രാജിവെക്കാൻ തയ്യാറാണ്. അത്തരം ആളുകളെ പുറത്താക്കാനുള്ള സമീപനം ആദ്യഘട്ടത്തിൽ തയ്യാറാകണം. വിശദമായൊരു അന്വേഷണം കോടതി മേൽനോട്ടത്തിൽ തന്നെ നടപ്പിലാക്കുന്ന CBI അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ അന്വേഷണം സ്വാഗതാർഹമാണോ? അല്ല, അതിനകത്ത് ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഒരു വരുതിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇക്കാര്യത്തിൽ സ്വതന്ത്രമായ ഒരു അന്വേഷണം വേണം. ഏതെങ്കിലും തരത്തിലൊരു ഇതിന്റെ ഉത്തരവാദികളെ രക്ഷപ്പെടുത്തുന്ന, ഭാവിയിൽ അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന നിയമ നടപടികളിൽ നിന്ന് താഴെ പോകാൻ കഴിയുന്ന രീതിയിലേക്കുള്ള പ്രഹസനമല്ല വേണ്ടത്. കൃത്യമായി ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ കോടതി മേൽനോട്ടത്തിൽ ഉൾപ്പെടെ നടക്കണമെന്ന് തന്നെയാണ് ഇക്കാര്യത്തിലുള്ള നിലപാട്. വളരെ നന്ദി മുഹമ്മദ് ഷമ്മാസ്.